ഹായ്, പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം. നമ്മൾ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ ധാരാളം എലമെൻറ്റുകൾ കൂടിച്ചേർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ആ ഒരു 12 എലമെൻറ്റുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തേത്, നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം, തീവ്രമായ ആഗ്രഹം ഉണ്ടായിരിക്കുക എന്ന് പറയാം. APJ പറഞ്ഞത് എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്വപ്നം ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കത്തെ കെടുത്തുന്നതാണ്, ഉറക്കമില്ലായ്മയാക്കുന്നതാണ്, ഉറക്കമില്ലാതെയാക്കുന്നതാണ് സ്വപ്നം എന്ന് APJ പറഞ്ഞത് ഫേമസ് കോട്ടാണ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മുടെ ആഗ്രഹം, അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടുകാരൻ്റെ ലക്ഷ്യമായിരിക്കില്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ഡിഫറൻ്റാണ്, കൂട്ടുകാരൻ്റെ വേറെയാണ്, മറ്റൊരു കൂട്ടുകാരൻ്റെ വേറെയാണ്. ഇങ്ങനെയാണ് ലക്ഷ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണ് എന്ന് കൃത്യമായി അത് മനസ്സിലാക്കുക. എന്താണ് എൻ്റെ ലക്ഷ്യം, എന്താണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ആഗ്രഹം, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെ, അത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത്തേത്, ആ ലക്ഷ്യം നേടാനാകുമെന്ന് വിശ്വസിക്കുക. നമ്മൾ വലിയൊരു ലക്ഷ്യം വെക്കുക, നമുക്ക് തന്നെ അത് ഉറപ്പില്ല അത് കിട്ടുമെന്നുള്ളത്. അങ്ങനെയുള്ള ലക്ഷ്യമാവാൻ പാടില്ല. നമ്മൾ ഒരു ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നേടാനാകും എന്ന് നമ്മുടെ മൈൻഡിനെ ബോധ്യപ്പെടുത്തണം. ലോകത്ത് മറ്റൊരാൾ നേടിയെടുത്ത എന്ത് കാര്യവും നമുക്ക് നേടാൻ കഴിയും. ഒരു മനുഷ്യനിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന എന്തും, അതായത് ഇൻബോണായിട്ട് കിട്ടുന്നതല്ലാത്ത എല്ലാ കാര്യങ്ങളും മറ്റൊരാൾക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ അവനെപ്പോലെയുള്ള സൗന്ദര്യം, അല്ലെങ്കിൽ അവനെപ്പോലെയുള്ള നിറം, അവനെപ്പോലെയുള്ള മറ്റുള്ള ഇൻബോണായിട്ട് അല്ലെങ്കിൽ ജനിക്കുമ്പോഴേ കിട്ടുന്നതൊഴിച്ച് അവൻ ജനിച്ചതിന് ശേഷം അവൻ നേടിയെടുത്തതാണോ എന്നാൽ നമുക്ക് കഴിയും. അപ്പം രണ്ടാമത്തെ കാര്യം മറക്കരുത്, നമ്മുടെ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാനാകുമെന്ന് വിശ്വസിക്കുക. നമുക്ക് തന്നെ വിശ്വാസമില്ലാത്ത ലക്ഷ്യം നേടാനാവോ ഇല്ലേ, അത് കിട്ടോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്ത കാര്യം ഒരിക്കലും നമുക്ക് നേടാൻ കഴിയില്ല. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ലക്ഷ്യം അത് എഴുതി വെക്കണം. അതാണ് മൂന്നാമത്തെ കാര്യം. എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ എഴുതി വെച്ച ലക്ഷ്യങ്ങളെ നേടിയിട്ടുള്ളൂ എന്നാണ്. 97% ആൾക്കാരും എഴുതാത്ത ലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ല എന്നുള്ള. എഴുതി വെച്ച ലക്ഷ്യങ്ങളുള്ള ആൾക്കാർ മാത്രമാണ് ലോകത്ത് ലക്ഷ്യങ്ങൾ നേടിയിട്ടുള്ളൂ എന്നാണ് ഈ വിഷയമായി പഠനം നടത്തിയവരും പുസ്തകം രചിച്ചവരൊക്കെ പറഞ്ഞത്. ലക്ഷ്യങ്ങൾ എഴുതി വെക്കണം, എങ്കിലേ അത് നേടാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പം മൂന്നാമത്തെ കാര്യം, നമ്മളുടെ ആഗ്രഹം എന്താണെന്ന് തീരുമാനിക്കുക, അത് നേടാനാകുമെന്ന് വിശ്വസിക്കുക. മൂന്നാമത്തേത് ആ ലക്ഷ്യം എഴുതി വെക്കുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, ഫസ്റ്റ് സ്റ്റെപ്പ് തീരുമാനിക്കുക എന്നുള്ളതാണ്. ഒരു ലക്ഷ്യത്തിന് ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടാകും. അതിൽ ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഏതാണെന്ന് മനസ്സിലാക്കി അത് തീരുമാനിക്കണം ആദ്യം. ഉദാഹരണത്തിന് ബിസിനസ് തുടങ്ങണമെന്ന് ഒരാൾ ആഗ്രഹം. അപ്പോൾ ആ ബിസിനസ്സിന് ആവശ്യമായ കാര്യങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും സ്കില്ല് നേടിയെടുക്കലാവാം, അല്ലെങ്കിൽ അതിന് ഫണ്ട് കണ്ടെത്തലാവാം, അല്ലെങ്കിൽ അതിന് ഏരിയ കണ്ടെത്തലാവാം, അല്ലെങ്കിൽ അതിൻ്റെ മോഡലിനെ കുറിച്ച് പഠിക്കലാവാം. ഏതാണോ ഫസ്റ്റ് സ്റ്റെപ്പ് അത് ആദ്യം തീരുമാനിക്കുക. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ലക്ഷ്യം വേണമെന്ന് തീരുമാനിക്കുക. ഉദാഹരണത്തിന്, ഈ ലക്ഷ്യം നേടിയാൽ എനിക്കുള്ള ബെനിഫിറ്റുകൾ എന്തെല്ലാം, അതിനൊരു ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നമുക്ക് എൻ്റെ ലക്ഷ്യം ഇതാണ്, ഫിനാൻഷ്യൽ ഫ്രീഡമാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം നേടിക്കഴിഞ്ഞാൽ എനിക്ക് ഇന്നതെല്ലാം നേടും, എൻ്റെ ജീവിതം ഈ ഒരു ലെവലിലേക്ക് മാറും. അതാണ്, ഈ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടാവുന്ന ബെനിഫിറ്റുകൾ എന്തെല്ലാം, അത് ലിസ്റ്റ് ചെയ്യണം. അത് എഴുതി വെക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൂടുതൽ വെപ്പിക്കുകയും നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ നമ്മളെ കൂടുതൽ സഹായിക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കൂടുതൽ സഹായിക്കുകയും ചെയ്യും. അതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തേത്, ഈ ലക്ഷ്യത്തിനൊരു സമയപരിധി നിശ്ചയിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ലക്ഷ്യം നേടിയിട്ട് കാര്യമില്ല, ഇന്ന സമയത്തിനുള്ളിൽ 2024 ജൂൺ മാസം 31-ാം തീയതി, ഇങ്ങനെ ഒരു ടൈം ബൗണ്ട് നിശ്ചയിക്കുക. ഇതാണ് ആറാമത്തെ കാര്യം. പരിധി വേണം, ഏത് സമയത്തിനുള്ളിൽ അതെനിക്ക് നേടിയെടുക്കണം എന്നുള്ള സമയം നിശ്ചയിക്കണം. സമയമില്ലാതെ പരിധിയില്ലാതെ ഏതെങ്കിലും സമയത്ത് നമ്മൾ ലക്ഷ്യം നേടിയതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ
ആറാമത്തെ കാര്യം സമയപരിധി നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഏഴാമത്തെ കാര്യം, നമ്മളൊരു ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് തടസ്സങ്ങളുണ്ടാകും. അപ്പം നമ്മൾ നേരത്തെ മുൻകൂട്ടി ആ തടസ്സങ്ങൾ കാണുമ്പോൾ നമുക്കത് ഓവർകം ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ലിസ്റ്റ് ചെയ്യുക. ഞാൻ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ എനിക്ക് എൻ്റെ മുന്നിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ്സിന് എൻ്റെ മുന്നിൽ എനിക്ക് കഴിയാത്ത അല്ലെങ്കിൽ എന്നെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ എന്തെല്ലാം, അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമുക്കത് ഓവർകം ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന തടസ്സങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിന് ഉള്ള പരിഹാരങ്ങളും കാണാൻ സാധിക്കും. ഏഴാമത്തെ കാര്യം അതാണ്, തടസ്സങ്ങൾ ഏതെല്ലാമാണെന്ന് തീരുമാനിക്കുക, അത് എഴുതി വെക്കുക. എട്ടാമത്തെ കാര്യം, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ചില സ്കില്ലുകൾ ആവശ്യമുണ്ടാകും. സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ടീച്ചർ ആവുക എന്നുള്ളതാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ആ ടീച്ചർക്ക് ആവശ്യമായ സ്കില്ലുകൾ ഉണ്ടാവും. പബ്ലിക് സ്പീക്കർ ആവാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ സ്കില്ലുകൾ നേടിയെടുക്കണം. ഒരു ട്രെയിനർ ആവാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നേടിയെടുക്കണം. സ്കില്ലുകൾ കുറേ ആവശ്യമുണ്ടാകും. അത് ഏതെല്ലാം സ്കില്ലുകളാണോ ഞാൻ നേടിയെടുക്കേണ്ടത്, എനിക്കില്ലാത്തത്, അല്ലെങ്കിൽ എൻ്റെ അത്ര തന്നെ ഞാൻ പെർഫോം ചെയ്യാൻ പറ്റാത്ത എൻ്റെ മേഖല ഏതാണ്, ഞാനത് കൂടുതൽ ഡെവലപ്പ് ചെയ്യേണ്ട മേഖല ഏതാണ്, ആ സ്കില്ലുകൾ ഏതൊക്കെയാണ് എന്ന് തീരുമാനിക്കുക, അത് നേടിയെടുക്കാൻ ശ്രമിക്കുക. ഒമ്പതാമത്തെ കാര്യം, നമുക്ക് ആരുടെയൊക്കെ സഹായമാണ് ഈ ലക്ഷ്യം നേടാൻ ആവശ്യമുള്ളത്, ആ ആൾക്കാരെ തീരുമാനിക്കുക എന്നുള്ളതാണ്. നമുക്കെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ലോകത്തൊരു കാര്യവും നടക്കില്ല. നമുക്ക് പല കാര്യങ്ങൾക്കും നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ പല ആൾക്കാരുടെ സഹായം നമുക്ക് ആവശ്യമുണ്ടാകും. അത് പല വിധത്തിലുള്ള സഹായങ്ങളാവാം. ചിലപ്പോൾ ഒരു സപ്പോർട്ടാവാം, ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ആവാം, അങ്ങനെ എന്തോ ആവാം. അപ്പോൾ ആരുടെയൊക്കെ സഹായങ്ങൾ എനിക്ക് നേടേണ്ടതുണ്ട്, അവരെ തീരുമാനിക്കുക എന്നുള്ളതാണ് ഒമ്പതാമത്തെ കാര്യം. പത്താമത്തെ കാര്യം, ഇതിന് ആവശ്യമായൊരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നേരത്തെ ലക്ഷ്യം എഴുതി വെക്കുക എന്ന് പറഞ്ഞു, എങ്കിൽ കൂടി ആ എഴുതി വെച്ച ലക്ഷ്യത്തിനെ ഒരു പ്ലാൻ ആക്കുക. ഈ ലക്ഷ്യത്തിന് ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന സമയത്ത്, അടുത്ത മാസം എന്ത് ചെയ്യണം, പിറ്റത്തെ മാസം എന്ത് ചെയ്യണം, ഇങ്ങനെ നമ്മൾ ടൈം ബൗണ്ട് തീരുന്ന വരെയുള്ള ഇതിൻ്റെ ഇടയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക എന്നതാണ് പത്താമത്തെ കാര്യം. 11ാമത്തെ കാര്യം വിഷ്വലൈസേഷൻ എന്നുള്ളതാണ്. നമ്മൾ ആ ലക്ഷ്യം നേടിയതായിട്ട് നമ്മുടെ മനസ്സിൽ കാണുക. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ചെറുപ്പത്തിൽ കണ്ട ലക്ഷ്യങ്ങളിൽ നമ്മൾ പലരും എത്തിയിട്ടുണ്ടാവും. ചിലർ അവർ നല്ല കാർ ഓടിച്ച് പോകുന്നത് കണ്ടത്, നല്ല വീട്ടിൽ താമസിക്കുന്നത് കണ്ടത്, അല്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണറെ കിട്ടി കണ്ടത്, ഇങ്ങനെയൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പല കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓരോ ദിവസവും നമ്മൾ ആ ലക്ഷ്യം നേടിയതായിട്ട്, ഉദാഹരണത്തിന് നല്ലൊരു പബ്ലിക് സ്പീക്കർ ആവാന്നുള്ള ഉദ്ദേശമുള്ള ആൾക്കാർ ഒരു ജനബാഹുല്യത്തോട് സംസാരിക്കുന്നത്, അവർ നല്ല പോസിറ്റീവായ രീതിയിൽ അത് വിഷ്വൽ ചെയ്ത് കാണുക എന്നുള്ളതാണ് 11ാമത്തെ കാര്യം. 12ാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഡോണ്ട് ക്വിറ്റ് എന്നുള്ളതാണ്. പിന്തിരിയാതിരിക്കുക. നമ്മൾ ലക്ഷ്യമൊക്കെ ഇങ്ങനെ നിശ്ചയിച്ച് പ്രവർത്തനം തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊന്നും എനിക്ക് നടക്കൂല എന്ന് പറഞ്ഞിട്ട് പിന്തിരിഞ്ഞ് പോരുക. പിന്തിരിയാൻ പാടില്ല എന്നുള്ളതാണ് 12ാമത്തെ കാര്യം. ലക്ഷ്യം നേടുന്നത് വരെ പൊരുത്തുക. എ ക്വിറ്റർ വിൽ നെവർ വിൻ, എ വിന്നർ വിൽ നെവർ ക്വിറ്റ്. പിന്തിരിഞ്ഞ ആൾക്കാരൊന്നും അവരുടെ ലക്ഷ്യം നേടിയിട്ടില്ല, ലക്ഷ്യം നേടിയവരൊന്നും പിന്തിരിഞ്ഞവരും ആയിരുന്നില്ല.